Find the value of lambda and mu for which the system of equations 2x plus 3y plus 5z is equal to 9, 7x plus 3y minus 2z is equal to 8 and 2x plus 3y plus lambda z aanto adu, that is lambda z is equal to mu, has no solution, unique solution, more than one solution. ഇതാണ് പറഞ്ഞേക്കുന്നത്. So let's see. ഇപ്പോൾ തന്നേക്കുന്ന ഇക്വേഷൻ എന്താണ്? 2x plus 3y plus 5z, 3y plus 5z is equal to 9. 7x plus 3y minus 7x plus 3y minus 2z is equal to 8. Then 2x plus 3y plus 2x plus 3y plus lambda z is equal to mu എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ലാംഡയുടെയും മ്യൂവിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കണം. സോ ദാറ്റ് ഈ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്തായിരിക്കണം? ഇറ്റ് ഹാസ് യുണീക്ക് സൊല്യൂഷൻ, നോ സൊല്യൂഷൻ, മോർ ദാൻ വൺ സൊല്യൂഷൻ. ഇതൊക്കെയാണ് നമുക്ക് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ ഹൗ ഡു വി ഡു ദിസ്? അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഗോസ് എലിമിനേഷൻ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാം. അപ്പോൾ ഇത് ഫോളോ ചെയ്യുമ്പോൾ ഗോസ് എലിമിനേഷൻ മെത്തേഡിൽ നമ്മളിപ്പോൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ദാറ്റ് ഈസ് യൂസിങ് ദി ഓഗ്മെൻറ്റഡ് മെട്രിക്സ്. ഓഗ്മെൻറ്റഡ് മെട്രിക്സിനെ നമ്മൾ എന്ത് ചെയ്യും? റെഡ്യൂസ്ഡ് റോ എക്കലൻ ഫോമിലേക്ക് കൊണ്ടുവരും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് പോണത് അല്ലേ? സോ നമുക്ക് നോക്കാം. സോ ഇവിടെ ഇതിൻ്റെ കോഎഫിഷ്യൻ മെട്രിക്സ് എന്താ വരിക? കോഎഫിഷ്യൻ മെട്രിക്സ് എന്ന് പറയുന്നത് S2 3 5 7 3 -2 2 3 ലാംഡ. ഇതാണ് കോഎഫിഷ്യൻ മെട്രിക്സ്. ദെൻ വേരിയബിൾ മെട്രിക്സ് എന്താണ്? ദാറ്റ് ഈസ് XY Z. And what is our constant matrix? That is 9 8 mu. Okay, അപ്പോൾ നമുക്ക് ഗിവൺ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് AX is equal to B ആണ്. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതാൻ പോവാം. വാട്ട് ഈസ് അവർ ഓഗ്മെൻറ്റഡ് മെട്രിക്സ്? AB എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് 2 3 5 2 3 5 7 3 -2 7 3 -2 2 3 ലാംഡ 2 3 ലാംഡ. ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് എഴുതണം? നമ്മൾ കോൺസ്റ്റൻ്റ് എഴുതണം 9 8 mu. ഓക്കെ, സോ ഇതിനകത്ത് കോഎഫിഷ്യൻ മെട്രിക്സിൻ്റെ ടേമിനെ എന്തിലേക്ക് കൊണ്ടുവരണം? റെഡ്യൂസ്ഡ് റോ എക്കലൻ ഫോമിലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ റെഡ്യൂസ്ഡ് റോ എക്കലൻ ഫോം എന്ന് പറയുമ്പോൾ എന്താണ്? അതിന് ഒരു ലോവർ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആയിരിക്കണം, ഡയഗണൽ എലമെൻറ്റ്സ് 1 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താ വേണ്ടത്? വി നീഡ് അവർ ഫസ്റ്റ് പിവട്ട്. ഇപ്പോൾ ഫസ്റ്റ് പിവട്ട് എലമെൻറ്റ് എന്താണ്? ദിസ് ഇസ് അവർ ഫസ്റ്റ് പിവട്ട് അല്ലേ? അതിനെ എന്താക്കണം? 1 ആക്കണം, എന്നാലേ നമുക്ക് റെഡ്യൂസ്ഡ് റോ എക്കലൻ ഫോം ആവുള്ളൂ. അപ്പോൾ ഇത് 1 ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് റോനെ എന്ത് ചെയ്യണം? ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. R2 അല്ല R1. ഓക്കെ, സോ ദിസ് ഇസ് അവർ ഫസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ. അപ്പം ഞാൻ എഴുതുകയാണ്. R1 എന്ന് പറയുന്ന ടേംസ് എന്തൊക്കെയാണ്? 2 3 5 9. സോ R1/2 എന്ത് വരും? 2/2 1 3/2 5/2 9/2 എന്ന് വരും. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? ഓഗ്മെൻറ്റഡ് മെട്രിക്സ് റെഡ്യൂസ് ചെയ്ത് വരുന്നത് എങ്ങോട്ടാണ്? ഇറ്റ് ഈസ് 1 3/2 5/2 9/2. ബാക്കി എലമെൻസിനൊന്നും വ്യത്യാസമില്ല. സോ 7 3 -2 8 7 3 -2 8 2 3 ലാംഡ mu 2 3 ലാംഡ mu. സോ നമുക്ക് ഇതാണ് എന്ത്? നമ്മുടെ പുതിയ റെഡ്യൂസ്ഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി എന്ത് വേണം? എലിമിനേറ്റ് ദി എലമെൻറ്റ്സ് ബിലോ ദ പിവട്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്താ എലിമിനേറ്റ് ചെയ്യേണ്ടത്? ഈ 7നെ എലിമിനേറ്റ് ചെയ്യണം. 7നെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ 7 - 7 എന്നുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരണം. സോ വി ഹാവ് R2 ഗിവിങ് R2 - 7 R1. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഹിയർ R1 എന്താണ്? ഇറ്റ് ഈസ് 1 3/2 5/2 9/2. R2 എന്ന് പറയുന്നതോ 7 3 -2 8. So 7 R1 എന്താ? That is 7
21/2, 35/2, 63/2. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി? സബ്ട്രാക്ട് ചെയ്യുക. സോ 7 - 7 0. 3 - 21/2 അതെന്താ വരുന്നത്? 3 - 21/2 എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് 6 - 21/2 ആണ്. ഓക്കെ, അപ്പോൾ എന്ത് വരും? -15/2 എന്ന് വരും. സോ ദിസ് ഇസ് -15/2. ദെൻ -2 - 35/2. -2 - 35/2 അതെന്താ വരിക? -4 + 35/2 വരും. -39/2. So this is -39/2. Then 8 - 63/2. 8 - 63/2 that is 16 - 63/2. അപ്പോൾ എന്താ വരുന്നത്? 63 - 16 എന്ന് പറയുമ്പോൾ that is 47 അല്ലേ? സോ 47/2 എന്ന് കിട്ടും. -47/2. സോ ദിസ് ഇസ് -47/2. അപ്പോൾ നമുക്ക് നമ്മുടെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എങ്ങനെയാണ് വരിക? എ ബി ദിസ് ഈസ് ഈക്വലൻ്റ് ടു 1 3/2 5/2 1 3/2 5/2 9/2. Then 0 -15/2 -15/2 -39/2 -39/2 -47/2. Then it is 2 3 lambda mu 2 3 lambda mu. ഓക്കെ, ഇനി എന്ത് വേണം? നമുക്ക് തേർഡ് റോയും എലിമിനേറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ ഇതിനെയും നമുക്ക് 0 ആക്കണം. സോ അവിടുത്തെ ട്രാൻസ്ഫോർമേഷൻ എന്താ വരിക? ദാറ്റ് വിൽ ബി R3 ഗിവിങ് R3 - 2R1. സോ എന്ത് കിട്ടും? ഇവിടെ R1 എന്ന് പറയുന്നത് എന്താണ്? 1 3/2 5/2 9/2. R3 2 3 lambda mu ആണ്. സോ what is 2R1? 2 3 5 9. So subtracting എന്ത് കിട്ടും? 2 - 2 0, 3 - 3 0. This is lambda -5 and mu -9. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത് ഇസ് ഈക്വലൻ്റ് ടു 1 3/2 5/2 3/2 5/2 9/2 0 0 -15/2 -39/2 -47/2 0 0 lambda -5 mu -9. ഓക്കെ, ഇനി എന്താ വേണ്ടത്? വി വോണ്ട് ദി സെക്കൻഡ് പിവട്ട്. സോ ദാറ്റ് ഈസ് ഈ എലമെൻ്റ് എന്താവണം? 1 ആവണം. അത് 1 ആവണമെങ്കിൽ എന്താ ചെയ്യുക? -15/2 ആണ് മൾട്ടിപ്ലൈ ബൈ -2/15. സോ ഓപ്പറേഷൻ എന്ത് വരും? R2 ഗിവിങ് R2 × -2/15 എന്ന് വരും. സോ സെക്കൻഡ് റോ എന്ന് പറയുന്നത് എന്താ? 0 -15/2 -39/2 -47/2 ആ. സോ മൾട്ടിപ്ലൈ ഇറ്റ് ബൈ -2/15. അപ്പോൾ എന്താ കിട്ടുക? ദിസ് ഇസ് 0 ദിസ് ഇസ് 1 -39/2 × -2/15. So minus minus cancel, 2 gets cancelled. 39/15 എന്ന് വരും. 39 എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് 3 × 13. ഓക്കെ, ആൻഡ് 15 എന്ന് പറയുന്നത് എന്താണ്? 3 × 5. സോ നമുക്ക് 13/5 എന്ന് കിട്ടും. സോ ദിസ് ഇസ് 13/5. നൗ -47/2 മൾട്ടിപ്ലൈഡ് ബൈ -2/15. അപ്പോൾ -2 ക്യാൻസൽ ആവും. ദിസ് ഇസ് 47/15. ഓക്കെ, സോ ദിസ് ഇസ് 47/15. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഇസ് ഈക്വലൻ്റ് ടു 1 3/2 5/2 9/2 0 0 1
13 by 5, 47 by 15, 0, lambda minus 5, mu minus 9. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോമാറ്റിലേക്ക് നമുക്ക് കിട്ടി. ഇനി വാട്ട് നെക്സ്റ്റ്? ഇവിടെ നോക്കിയേ, ഇപ്പോൾ 1ന് താഴത്തേക്കുള്ള ഇതൊന്നും എലിമിനേറ്റ് ചെയ്യാനില്ല. ദാറ്റ് ഈസ് ഡൺ ദെയർ. ഇനി എന്താ വേണ്ടത്? ഈ ഒരു പോർഷനെ നമുക്ക് എന്താക്കണം? 1 ആക്കണം. സോ അത് 1 ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കിവിടെ ലാംഡയുടെയും മ്യൂടെയും കണ്ടീഷൻസ് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സച്ച് ദാറ്റ് ദിസ് ഹാസ് നോ, ഇതിനെന്തൊക്കെയാണ് വേണ്ടത്? നോ സൊല്യൂഷൻ, യുണീക്ക് സൊല്യൂഷൻ ആൻഡ് വൺ മോർ ഇസ് ദർ. എന്ത് വരണം? മോർ ദാൻ വൺ സൊല്യൂഷൻ. സോറി, യാ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കണ്ടീഷൻ പറഞ്ഞേക്കുന്നത് എന്താണ്? നോ സൊല്യൂഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ദ സിസ്റ്റം ഇസ് ഇൻകൺസിസ്റ്റൻറ്റ്. അപ്പോൾ ഇത് ഇൻകൺസിസ്റ്റൻ്റ് ആവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഏതെങ്കിലും ഒരു റോ ഈ ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നില്ല എന്നൊരു ഫോം കിട്ടണം, അല്ലേ? സോ ഐ എം റൈറ്റിംഗ്, if I am writing lambda minus 5 is equal to 0. ഇത് 0 ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ലാംഡ ഈക്വൽ ടു 5 ആവുക എന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് 0, ലാംഡ 5 ആവുന്ന കേസിൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ലാസ്റ്റ് റോ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി 0 0 0 എന്ന് കിട്ടും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആവണമെങ്കിൽ ഇവിടെ കിടക്കുന്ന മ്യൂ മൈനസ് 9 എന്താവണം? 0 ആവണം. പക്ഷേ മ്യൂ മൈനസ് 9 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മ്യൂ 9 ആണ്. സോ ഐ എം ടേക്കിംഗ് ദ കണ്ടീഷൻ ഫോർ ദ ഫസ്റ്റ് വൺ. ലാംഡ ഇസ് ഈക്വൽ ടു 5 ആൻഡ് മ്യൂ നോട്ട് ഈക്വൽ ടു 9. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 0 0 0 ഇസ് ഈക്വൽ ടു ഒരു നോൺ സീറോ വാല്യൂ കിട്ടും, വിച്ച് മീൻസ് ദ സിസ്റ്റം ഇസ് ഇൻകൺസിസ്റ്റൻറ്റ്. ഇപ്പോൾ സിസ്റ്റം ഇൻകൺസിസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമുക്കിവിടെ എന്താ കിട്ടുന്നത്? വി ആർ ഗെറ്റിംഗ് മോർ ദാൻ വൺ വി ഹാവ്, വിച്ച് ഇംപ്ലൈസ് ദർ ഇസ് നോ സൊല്യൂഷൻ. അപ്പോൾ നോ സൊല്യൂഷനുള്ള കണ്ടീഷൻ എന്താണ്? ലാംഡ ഈക്വൽ ടു 5 ആൻഡ് മ്യൂ നോട്ട് ഈക്വൽ ടു 9. ഓക്കെ, ഇനി സെക്കൻഡ് കേസ് എന്താ? യുണീക്ക് സൊല്യൂഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ യുണീക്ക് സൊല്യൂഷൻ വരണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? ലാസ്റ്റ് റോയിൽ ഒരു സ്പെസിഫിക് വാല്യൂ നമുക്ക് കിട്ടണം, അല്ലേ? അപ്പോൾ ഈ സെക്കൻഡ് വൺ പറഞ്ഞേക്കുന്ന യുണീക്ക് സൊല്യൂഷനാണ്. അപ്പോൾ ഈ ലാസ്റ്റ് റോ എന്ന് പറയുന്നത് 0 റോ ആവരുത്. അപ്പോൾ നമുക്ക് എന്ത് വേണം? 0 ആവണമെങ്കിൽ എന്ത് കിട്ടണം? ലാംഡ ഈക്വൽ ടു 5 കിട്ടണം. അപ്പോൾ ലാംഡ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 5 വരും. ഈക്വൽ ടു 0 ആയാലും കുഴപ്പമില്ല, അല്ലേ? കാരണം എന്തുകൊണ്ടാണ്? നോട്ട് ഈക്വൽ ടു 5 വന്നു. Z 0 ആയാലും ദാറ്റ് ഇസ് ഓക്കെ. സെഡിൻ്റെ വാല്യൂ ഈക്വൽ ടു 0 എന്ന് സൊല്യൂഷൻ കിട്ടിയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. ലാസ്റ്റ് റോ, നമ്മുടെ കോഎഫിഷ്യന്റ് മെട്രിക്സിന് കറസ്പോണ്ടിങ് ഉള്ള ലാസ്റ്റ് റോ നോൺ സീറോ കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് ലാംഡ നോട്ട് ഈക്വൽ ടു 5 ആണ് എന്ത്? യുണീക്ക് സൊല്യൂഷനുള്ള കണ്ടീഷൻ. വാട്ട് അബൌട്ട് മോർ ദാൻ വൺ സൊല്യൂഷൻ? മോർ ദാൻ വൺ സൊല്യൂഷൻ വേണമെങ്കിൽ എന്ത് വേണം? ലാസ്റ്റ് റോ കംപ്ലീറ്റ്ലി ഒമിറ്റഡ് ആയിരിക്കണം. എവിടെ? കോഎഫിഷ്യന്റ് മെട്രിക്സിലും കോൺസ്റ്റന്റ് മെട്രിക്സിലും ഈക്വലൻ്റ്ലി അത് ഒമിറ്റഡ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലാംഡ ഈക്വൽ ടു 5ഉം മ്യൂ ഈക്വൽ ടു 9ഉം വരും. അപ്പോൾ നമുക്ക് റോ എങ്ങനെയാണ് കിട്ടുക? 0 0 0 0 എന്നുള്ള ഫോമിൽ കിട്ടും. അപ്പോൾ ആ ലാസ്റ്റ് റോ കംപ്ലീറ്റ്ലി ഒമിറ്റ് ചെയ്തിട്ട് ബാക്കി 2 റോസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. ഇൻ ദാറ്റ് കേസ് വി ഹാവ് മോർ ദാൻ വൺ സൊല്യൂഷൻ.